പ്രതികൂലങ്ങളെ ജയിക്കാൻ കഴിയാതിരുന്ന സാഹചര്യത്തിൽ അവനെ നിയന്ത്രിച്ചവന്റെ ഡോപ്പമിനാണ്. എന്നാൽ ദൈവമാണ് എന്ന് തിരിച്ചറിഞ്ഞപ്പോൾ അവന്റെ ബ്രെയിനിലെ 86 മില്യൺ ന്യൂറോണുകളും ആക്ടിവേറ്റ് ആയി ആ സന്ദേശത്തെ സ്വീകരിപ്പാനിടയായി. അവന്റെ അകത്തൊരു പുതിയ സൃഷ്ടിപ്പ് നടന്നു. യേശുവിന് നടക്കാൻ പറ്റുമെങ്കിൽ എനിക്കും പറ്റുമെന്നൊരു ബോധ്യം പത്രോസിന്റെ അകത്ത് വ്യാപരിച്ചു. അപ്പൊ ദൈവത്തിന്റെ ചിന്തകളെ പ്രോപ്പറായി സ്വീകരിച്ച പത്രോസിന്റെ അകത്ത് അതിനൊരു സ്ഥിരീകരണം ഉണ്ടായി. അതുവരെ ഭയാനകമായ അന്തരീക്ഷത്തിൽ ജീവിച്ച പത്രോസ് ജലാശയത്തിന് മുകളിലൂടെ നടക്കുന്നത് കാണാൻ കഴിഞ്ഞു. ശരിയായ നിലയിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഏത് പ്രതികൂല